ടൂറിസം വകുപ്പിൽ നിന്ന് പൂർണ്ണമായി കടവുമല്ല, ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയിൽ നിന്ന് അവിടെ ഒരു സ്ഥാപനം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ വിറ്റ് വരുമാനം കോർപ്പറേഷന് തന്നെ കിട്ടുന്ന തരത്തിൽ തിരിച്ചടവില്ലാത്ത ഒരു 200 കോടി വരെ പോകാവുന്ന ഒരു പദ്ധതിക്കുള്ള ഒരു പ്രപ്പോസൽ ആരാധ്യയായ മേയറുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഉള്ളത് കൊണ്ട് അത് പുതുതായി അന്ന് ആ മീറ്റിങ്ങിൽ ശ്രീ രാജൻ പല്ലനെത്തുവാൻ സാധിച്ചിട്ടുമില്ല. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ ജനസമക്ഷം തെரியപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഒരു പദ്ധതിയുണ്ട്. അതിൻ്റെ ആദ്യത്തെ ഗഡു എന്ന് പറയുന്നത് 99 കോടിയായിരുന്നു. ഇതിനെ സംബന്ധിച്ച് പുതിയ ഒരു DPR നിർമ്മാണം പോലും ആവശ്യമില്ല. ഗോവയിലെ പൊർവോറും ടൗൺ സെന്റർ എങ്ങനെയാണ് വികസിപ്പിച്ചെടുത്ത് ഈ നവംബർ ഡിസംബർ മാസത്തിൽ ആരാധ്യനായ പ്രധാനമന്ത്രി അത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്, അതേ സ്ട്രക്ചറിന്റെ കുറച്ചുകൂടി വിപുലമായ ഒരു ഡിസൈൻ മാത്രമേ നമുക്ക് സജ്ജമാക്കേണ്ടതുള്ളൂ. അപ്പോൾ ബഡ്ജറ്റും അതുപോലെ തന്നെ ആ പദ്ധതിക്ക് 134 കോടിയാണെങ്കിൽ നമുക്ക് ഏതാണ്ട് ഒരു 20-30 കോടി അധികമാവുന്ന അവസ്ഥയിലായിരിക്കും അത് വിഭാവനം ചെയ്യപ്പെടുന്നത്. ഇത് സാധ്യമാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വെച്ചും ഞാൻ മേയറോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അത് മേയർക്ക് ഒരു തലവേദനയാകരുത്, ഒരു പ്രഷറാകരുത്. പക്ഷെ ജനങ്ങൾ ഇത് നിങ്ങളുടെ ആവശ്യമാണെന്ന് മനസ്സിലാക്കി മേയറെ കൊണ്ടും കേരള സർക്കാരിനെ കൊണ്ടും ഇവിടുത്തെ MLA കൊണ്ടും പൂർണ്ണ പിന്തുണ. ഇതിന്റെ ഫയലിൽ ആദ്യം ഒപ്പിടേണ്ടയാള് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാൻ ഞാൻ ആ ഫയലിൽ ഒപ്പിട്ടിരിക്കും. പക്ഷെ ആ ഫയലായി എത്തേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 30. അത് പക്ഷെ ഒരിളവ് നൽകി ഒരു 15 ദിവസം അങ്ങോട്ട് തള്ളുന്ന കാര്യവും മിനിസ്ട്രിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയും എന്തായാലും എല്ലാവരും അറിയണം. ഒപ്പം തന്നെ 2028 പണി പൂർത്തിയാക്കി വരാൻ പോകുന്ന റെയിൽവേ സ്റ്റേഷൻ സമുച്ചയം, ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എയിംസിനെ സംബന്ധിച്ച് 1 ലക്ഷം പ്രചരണത്തിലും അങ്ങനെ ഒരു വാക്യം ഉച്ചരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാ പ്രസംഗങ്ങളും എടുത്തു നോക്കാം. എയിംസ് അതിനുശേഷം മാത്രമാണ് തൃശ്ശൂർ യോഗ്യമാണെന്ന് പറയുന്നത്. ആ പറയുന്ന സമൂഹത്തിന്റെ കൂടെ ഞാനുമുണ്ട്. അതിനും കേരള സർക്കാർ വിചാരിച്ചാൽ മാത്രമേ അത് തൃശ്ശൂർ വരും. അതിന് വേണ്ടുന്ന സ്ഥലം ഇന്നും ഇപ്പോൾ എൻ്റെ ഫോണിലേക്ക് മറ്റത്തൂർ പഞ്ചായത്തിൽ ഏതാണ്ട് 400 ഏക്കർ കിടപ്പുണ്ട്. ലീസ് പീരിയഡ് കഴിഞ്ഞ നമുക്ക് ഉപയോഗശൂന്യം, ഉപയോഗപ്രദമല്ലാതെ എന്നൊരു വാക്ക് ഉപയോഗിച്ചുകൂടെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്ഥലം അല്ലാതെ തന്നെ മണ്ണുത്തിയിലുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പോലീസ് അക്കാഡമിയിലുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ സർക്കാർ വളരെയധികം ഒരു വിമുഖത കാണിച്ചിരുന്നു. അത് ഈ സർക്കാർ കാണിക്കാതിരിക്കട്ടെ. നമുക്ക് ഒത്തുചേർന്ന് കേന്ദ്ര സഹമന്ത്രിയും മേയറും ഇവിടുത്തെ MLA-മാരും 7 MLA-മാരും ചേർന്ന് ഒത്തുപിടിച്ച നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് ഇന്ന് ഈ വർണ്ണശബളമായ മുഹൂർത്തം സമ്മാനിച്ചതുപോലെ നിരവധി മുഹൂർത്തങ്ങൾ സമ്മാനിക്കാൻ സാധിക്കുമെന്ന് പറയുന്ന ആത്മവിശ്വാസത്തെ ഇതെല്ലാം നടക്കട്ടെ. എന്നെ കണക്കെടുക്കുമ്പം അത് പറഞ്ഞല്ലോ, അത് നടന്നില്ലല്ലോ, പകരം വേറെ വല്ലതും നടന്നു, അങ്ങനെ ഒരു കണക്കെടുപ്പിനുള്ള ഒരു കാലഘട്ടം കേരളത്തിൽ ഏതായാലും ഇല്ല. അങ്ങനെ വന്നാൽ കഴിഞ്ഞ 25 വർഷം ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോയ MP-മാരുടെ ഓഡിറ്റ് നമ്മൾ നടത്തേണ്ടി വരും. ഇത് രാഷ്ട്രീയമല്ല, ഞാൻ അഡ്മിനിസ്ട്രേഷന്റെ കാര്യം തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം സംഭവിക്കട്ടെ. എല്ലാവർക്കും ഈ ഒരു സൗകര്യം എന്ന് പറയുന്നത് ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് ഞാൻ വിലയിരുത്തുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല എറണാകുളത്ത് പോലും ഇങ്ങനെ ഒരു, കൊച്ചിയിൽ ഇങ്ങനെ ഒരു വലിയ സൗകര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ രാജൻ പറയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് പോലീസ് അക്കാഡമിയിൽ ഇതിന് സമാനമായ സൗകര്യമുണ്ട്. പക്ഷേ സ്റ്റേജ് ഇതൊരു പെർഫോമൻസ് സ്റ്റേജാണ്. ഇതൊരു പക്ഷേ അമ്മ പോലെയുള്ള സംഘടനയ്ക്ക്, അതുപോലെ
കലാകാരന്മാരുടെ സ്റ്റേജ് പ്രോഗ്രാമുകൾ TV ആവശ്യത്തിലേക്ക് ഷൂട്ട് ചെയ്യുന്നതിന് പോലും എനിക്ക് തോന്നുന്നില്ല ചാനലുകൾ വന്നൊരു അവലോകനം നടത്തും. അത് ഒരു വരുത്തൻ തെക്ക് നിന്ന് തൃശ്ശൂരേക്ക് വന്ന ഒരു വരുത്തൻ എന്ന നിലയ്ക്ക് നിങ്ങൾ തിരഞ്ഞെടുത്ത ഒരു വരുത്തൻ MP എന്ന നിലയ്ക്ക് എനിക്ക് അഭിമാനമാണ് സമ്മാനിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടന കർമ്മം ചെയ്യുക എന്ന് പറയുന്നത് അമ്മയുടെ നിശ്ചയം മാത്രമാണ്. അല്ലെങ്കിൽ ഇത് 21-ാം തീയതി ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ബഹുമാന്യനായ പ്രധാനമന്ത്രിയായിരുന്നു ഇത് ഉദ്ഘാടനം ചെയ്യാനായിട്ട്. അദ്ദേഹത്തിൻ്റെ SPG ഗ്രൂപ്പ് എല്ലാം വന്ന് ഇവിടെ എല്ലാ അവലോകനങ്ങളും നടത്തിപ്പോയതാണ്. കളക്ടറേറ്റിൽ അതിൻ്റെ റിപ്പോർട്ടെല്ലാം തയ്യാറാക്കി അയച്ചതാണ്. 28ലേക്ക് മാറ്റാൻ പറഞ്ഞതും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നാണ്. പക്ഷെ തിരക്ക് പല വിധത്തിൽ വലുതായിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് എത്താൻ സാധിക്കും. മാത്രം വിതറട്ടെ. പാറമേ കാതിലമ്മയെ നമിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ സ്നേഹം, നന്ദി, നമസ്കാരം. ഈ സൗഖ്യം ഇവിടെ തുറന്നു വെച്ചതായി അറിയിക്കുന്നു. തൃശ്ശൂരിലെ അനിവാര്യമായ വികസനത്തിന്